ഹലോ, റോഷന്റെ സുശേഷം. ഇന്ന് ഒരു വിശുദ്ധനായ അച്ഛന്റെ തിരുനാളാ. അച്ഛന്റെ പേരാണ് വിശുദ്ധ ജോൺ മരിയ വിയാനി. ഇടവക മധ്യസ്ഥ. ഇടവകയിലുള്ള അച്ഛന്മാരെയൊക്കെ നമ്മൾ ഓർക്കുന്ന ദിവസമാണ് ഇന്ന്. കാരണം ഇതുപോലെ പണ്ട് ആഴ്സ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വികാരിയച്ഛനായിട്ട് ചെന്ന ഒരച്ഛനാണ് പിന്നീട് വിശുദ്ധനായി തീർന്നത്. വിയാനി അച്ഛൻ പണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ പഠിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അച്ഛന്. സെമിനാരി വന്നപ്പോഴും അച്ഛന് പഠിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ മെത്രാനച്ഛൻ വന്ന് നോക്കിയപ്പോൾ വിയാനി അച്ഛന് എല്ലാ നമസ്കാരങ്ങളും നന്നായിട്ട് പറയാൻ പറ്റി. അങ്ങനെ ആളുടെ വിശുദ്ധിയും പ്രാർത്ഥനയും ഈശോയുള്ള സ്നേഹവും കണ്ടിട്ട് അച്ഛനാവാൻ ശ്രമിച്ചു. ആഴ്സ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് വിയാനി അച്ഛൻ ആദ്യം പോയത്. അവിടുത്തെ ആൾക്കാരെല്ലാം ഭയങ്കര ഡാൻസ്, പാട്ട്, അടിപൊളി ലൈഫായിരുന്നു. അവരൊന്നും പള്ളി വരില്ലായിരുന്നു, അവർ പ്രാർത്ഥിക്കില്ലായിരുന്നു. പക്ഷേ നമ്മുടെ വിയാനി അച്ഛൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അവരുടെ കൂടെ നടന്നു, അവരെ കുറേ സ്നേഹിച്ചു. കുറേ നേരം കുമ്പസാരക്കൂട്ടില് വിയാനി അച്ഛൻ കാത്തിരുന്നു അവരെ. അങ്ങനെ അവര് പതിയെ പതിയെ പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് നല്ലവരായി തീർന്നു. ഇന്ന് നമ്മള് ഇടവകയിലുള്ള എല്ലാ അച്ഛന്മാരെയും ഓർത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവര് നമ്മൾക്ക് കുറേ കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ടല്ലോ. മാമോദീസ മുക്കുന്നുണ്ട്, കല്യാണം നടത്തി തരുന്നുണ്ട്, നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, നമ്മുടെ വീട്ടിൽ വരുന്നുണ്ട്, നമ്മളെ കുർബാന ചൊല്ലിത്തരുന്നുണ്ട്, നമുക്ക് വിസ്തുർബാന തരുന്നുണ്ട്. അങ്ങനെ കുറെ നന്മകള് അച്ഛന്മാര് ചെയ്യുന്നില്ലേ. നമ്മുടെ വികാരിയച്ഛനെ ഇന്ന് ഓർത്ത് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാം. പറ്റുമെങ്കിൽ അച്ഛനെ പോയി കണ്ട് നന്ദി പറയാം. അല്ലെങ്കിൽ ഫോൺ വിളിച്ച് അച്ഛ താങ്ക് യു, ഹാപ്പി ഫീസ് എന്ന് പറയണം. ഹലോ, റോഷന്റെ സുശേഷം. ഇന്ന് ഒരു വിശുദ്ധനായ അച്ഛന്റെ തിരുനാളാ. അച്ഛന്റെ പേരാണ് വിശുദ്ധ ജോൺ മരിയ വിയാനി. ഇടവക മധ്യസ്ഥ. ഇടവകയിലുള്ള അച്ഛന്മാരെയൊക്കെ നമ്മൾ ഓർക്കുന്ന ദിവസമാണ് ഇന്ന്. കാരണം ഇതുപോലെ പണ്ട് ആഴ്സ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വികാരിയച്ഛനായിട്ട് ചെന്ന ഒരച്ഛനാണ് പിന്നീട് വിശുദ്ധനായി തീർന്നത്. വിയാനി അച്ഛൻ പണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ പഠിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അച്ഛന്. സെമിനാരി വന്നപ്പോഴും അച്ഛന് പഠിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ മെത്രാനച്ഛൻ വന്ന് നോക്കിയപ്പോൾ വിയാനി അച്ഛന് എല്ലാ നമസ്കാരങ്ങളും